ഡെയിലി വ്ളോഗ്സ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും റിയൽ ആയിട്ട് വേണം പറയാനായിട്ട്. അതിനായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത ഒരു കാര്യങ്ങളും ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പാടില്ല. എന്നാൽ പിന്നെ വീഡിയോ ഫേക്കായി മാറും. ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. രണ്ടിനെ പിടിച്ച് കൂട്ടിലാത്താക്കട്ടെ, എന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 7:30 ഈ കണ്ടില്ല. എൻ്റെ കൂടെ തന്നെ 2 പേരും കൂടെ എണീറ്റിട്ടുണ്ട്. എന്നെ പറ്റി അറിയാത്തവർക്കായി, എൻ്റെ പേര് അനുരഞ്ജൻ എന്നാണ്. അപ്പോൾ ഈ ചാനൽ അവർ ഡെയിലി ഡയറീസ് എന്ന ചാനലിൽ ഒത്തിരി ട്രാവൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി നോക്കുക. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ പുതിയൊരു കാര്യം ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. അതായത് ഡെയിലി വ്ളോഗ്സ് ചെയ്യാൻ നോക്കുകയാണ്. ഇവന്മാരിരുന്ന് കടിയാണല്ലോ ആക്ച്വലി. ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞാൻ പഠിച്ചത് മാക്സിമം ടൈം ഞാൻ എറണാകുളത്തായിരുന്നു. അതിനുശേഷം ബാംഗ്ലൂരിലേക്ക് വന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഇവിടെ ജോലി കിട്ടി, വീട് വാങ്ങി സെറ്റിലായി. എനിക്ക് ഒത്തിരി പെറ്റ്സ് ഉണ്ട്. ഇവന്മാർ രണ്ടും അല്ലാതെ കണ്ടില്ലേ പിറകിൽ ഒത്തിരി ഫിഷ് ഉണ്ട് ആൻഡ് ബേർഡ്സ് ഉണ്ട്. ഇതല്ലാതെ അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും. അത് ഇവന്മാർ കടി അയ്യോ എങ്ങോട്ടാണ്? (2010) ഞാൻ ബാംഗ്ലൂരിൽ വന്നത്. അപ്പോൾ ഞാനിവിടെ BBA പഠിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ എനിക്ക് ഇവിടെ തന്നെ ജോലി കിട്ടി ബാംഗ്ലൂരിൽ. ഇവന്മാരെ കൊണ്ട് രക്ഷയില്ലല്ല. അങ്ങനെ 2013 മുതൽ ഞാനൊരു ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 10 കൊല്ലമായി സെയിം കമ്പനിയിലാണ്. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ കൊല്ലം അവസാനമാണ് ഞാൻ ട്രാവൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ചാനലിൽ ആ സമയം മുതലുള്ള ട്രാവൽ വീഡിയോസ് ഉണ്ട്. എല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം അഭിപ്രായം പറയാനും മറക്കരുത്. അതിൻ്റെ ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. രണ്ടിനെ പിടിച്ച് കൂട്ടിലാത്താക്കട്ടെ, എന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. കുട്ടിപ്പോ വൃത്തനെയാക്കി ബാ ബാ പോണ്ടേ വീട്ടില്. കുട്ടി പോണ്ടേ? ബാ 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 ദേ പോയി. ബാ ബാ ഗുഡ് ബോയ്. ബാ ബാ. അങ്ങനെ രണ്ടിനെയും കൂട്ടിനകത്താക്കി. ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി വ്ളോഗ്സ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. 7 അല്ലെങ്കിൽ 8 മിനിറ്റിൻ്റെ ചെറിയ വീഡിയോസ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ വിത്തൗട്ട് മിസ് എല്ലാ ദിവസവും ചെയ്യാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ നോക്കാം എങ്ങനെ പോകുന്നു. ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്ന ഒത്തിരി പേര് യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ മുംബൈക്ക് നിഖിലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം പുള്ളിക്കാരൻ ഒത്തിരി ഡെയിലി വ്ളോഗ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി ഫോളോ ചെയ്യാറുണ്ട് മുംബൈക്ക് നിഖിലിനെ. അപ്പോൾ കാണുമ്പോൾ തോന്നും ഡെയിലി വ്ളോഗ്സ് ചെയ്യാൻ നല്ല എളുപ്പമാണ്, ഒന്നുമില്ല, ഡെയിലി പറഞ്ഞു പോയാൽ മതി പല കാര്യങ്ങളും. പക്ഷെ അങ്ങനെയല്ല. ഞാനിപ്പോൾ ഈ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 മണിക്കൂറായി. ഇതിന് മുന്നിൽ 4 മണിക്കൂർ എൻ്റെ ബ്രെയിൻ ഫുൾ അലേർട്ടാണ്. എന്തൊക്കെ കാര്യങ്ങൾ പറയണം, എന്തൊക്കെ കാര്യങ്ങൾ പറയേണ്ടതെന്ന്. അപ്പോൾ എളുപ്പമുള്ള കാര്യമല്ല, ഒത്തിരി പാടാണ് ഇത് ചെയ്യാനായിട്ട്. അതുമല്ല, ഡെയിലി വ്ളോഗ്സ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും റിയൽ ആയിട്ട് വേണം പറയാനായിട്ട്. അതിനായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത ഒരു കാര്യങ്ങളും ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പാടില്ല. എന്നാൽ പിന്നെ വീഡിയോ ഫേക്കായി മാറും. അപ്പോൾ മാക്സിമം റിയൽ ആയിട്ട് വയ്ക്കാൻ ഞാനും ശ്രമിക്കാം ഈ വീഡിയോസ് എല്ലാം. ഇപ്പോൾ ഞാൻ വയനാടിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഓൾറെഡി ഈ വീഡിയോ കണ്ടു കാണും. കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം. വയനാടിൻ്റെ കിടിലം വീഡിയോസ് ആയിരുന്നു. ഇടയ്ക്കൽ കേവെല്ലാം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കുക. കിടിലം വീഡിയോസ് ആയിരുന്നു. ഞങ്ങൾ അവിടെ ഇടയ്ക്കൽ കേവ്സ് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. അതുപോലെ ഞങ്ങൾ നിന്ന് റിസോർട്ട് ഇടയ്ക്കൽ ഹെർമിറ്റേജ് ആയിരുന്നു റിസോർട്ടിൻ്റെ പേര്. അത് ഇടയ്ക്കൽ കേവ്സിൻ്റെ അടുത്തല്ല, ഞാൻ പറയും അകത്ത് തന്നെയായിരുന്നു ആക്ച്വലി. അപ്പോൾ വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു ഇടയ്ക്കൽ കേവ്സ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. നിങ്ങൾക്ക് വലിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. അതുമല്ല, നിങ്ങളും ഇടയ്ക്കൽ കേവ്സ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ആ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇടയ്ക്കൽ കേവ്സിൽ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. ഞാൻ 6 തവണ വയനാട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ അവസാനത്തെ തവണയാണ്, 6ാമത്തെ തവണയാണ് ഞാൻ വയനാട്ടിൽ പോയപ്പോഴത്തേക്കും ഇടയ്ക്കൽ കേവ്സ് കണ്ടത്. അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോവുക. കാരണം അത്രയ്ക്കധികം ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. അവിടെ കുറേ സ്റ്റോൺ കാർവിങ്സ് ഉണ്ട്. അതിൽ എസ്പെഷ്യലി ഒരു കിങ്ങിൻ്റെയും ക്വീൻ്റെയും ഒരു ഡിപ്പിക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ആ സമയത്ത് കൊത്തി ഉണ്ടാക്കിയത്. അത് ആക്ച്വലി കാണുമ്പോഴത്തേക്കും ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇടയ്ക്കൽ കേവ്സിൽ പോയി കാണുക. There is a main cave, Edakkal Caves. Okay. Edakkal is a Malayalam word. That means in between stone, Edakkal. It's not a cave, only shelter. 6,000 years back, the Stone Age people lived here inside. Okay. This cave during naturally 30,000 years back. This cave discovered in 1890 for a British man, Frederick Fawcett.
Okay. Landing above sea level, 4,000 feet height to sea level. 4,000 feet above sea level. Oh, okay. The drawings, 6,000 years span on language on the market pictures here. Okay. They see the chief or tribal, 2 hands, the crown, face, body, like the king figure here. Oh, chief of tribal. Yes. Okay, okay. The front side, same picture back. 2 hands and the crown, head, body. Like the chief front view, the back view. Clear? Okay, clear. Yeah. Again, the lady and child. The lady figure, the small child. Okay. So it's like king and queen's child, or okay. Another the picture, the sun circle. Correct. It's not a circle. Sun worship God here, light God. Sun god. Okay. The top figure, the peacock. Oh, okay. Yeah. And it's a picture the face here, at wide nose and the human face. Okay. Wide nose. Another elephant picture, the front leg, back leg, nose, body and tongue here. Clear? Clear. Yes. Another one more lady here, the crown, head, body, neck, lady figure, geometry picture here. Okay. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായി. ഇതേ കണ്ടില്ലേ, ബാംഗ്ലൂരിൽ മൊത്തം മഴ പെയ്യാൻ പോവാ. ഹോപ്പ്ഫുള്ളി ഇന്ന് പെയ്യും. ഒത്തിരി ദിവസങ്ങളായിട്ട് ഇതുപോലെ മൂടിക്കെട്ടി നിൽക്കും, പക്ഷെ ഇന്ന് വരെ പെയ്തില്ല. ഇന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പെയ്യുമെന്ന് വിശ്വസിക്കുക. എന്ത് കിടുവോ അല്ലേ സ്കൈ കാണാനായിട്ട്. ഒത്തിരി നാൾക്ക് ശേഷം ഇന്നാണ് ഞാൻ രാവിലെ എണീക്കുന്നത്. ഇന്ന് രാവിലെ 5:30 എണീറ്റു. നോർമലി 10 മണിയാറുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് രാവിലെ 5:30 എണീറ്റു. ഡെയിലി വ്ളോഗ്സ് ചെയ്യണ്ടേ, അതുപോലെ എല്ലാ ദിവസവും ചെയ്യണമെങ്കിൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫ്ലോ ചെയ്യും വേണം. അപ്പോഴത്തേക്കും അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ നാപ്പും എടുത്തില്ല. ഫുൾ എനർജി റിസർവ് ചെയ്ത് നിൽക്കുകയായിരുന്നു, നോക്കാം എത്ര നേരം പോകുന്നു. നോർമലി ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ഗോപ്രോയിലാണ് എടുക്കാറ്, അതായത് ട്രാവൽ വീഡിയോസ് എല്ലാം ഗോപ്രോയിലാണ് എടുക്കാറ്. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഐഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ടോ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ആ ചേഞ്ചസ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. പുറത്തൊരു റൈഡിനൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ്, ഒന്നും നടന്നില്ല. നല്ല മഴയായി, പുറത്ത് ഇപ്പോഴും മഴ പെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അതുമല്ല വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. Thank you so much for watching. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, no